മക്കളെ നമുക്ക് അടുത്ത ഒപ്റ്റിക്സിലെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. റിഫ്രാക്ഷൻ ത്രൂ സ്പെറിക്കൽ സർഫസ് എന്നാണ് നമ്മുടെ അടുത്ത ടോപ്പിക്. ഓക്കെ, അപ്പൊ റിഫ്രാക്ഷൻ ത്രൂ സ്പെറിക്കൽ സർഫസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ റിഫ്രാക്ഷനിൽ എന്താ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് നിങ്ങൾ നോക്കുക. നമ്മൾ ഇതുവരെ പറഞ്ഞ റിഫ്രാക്ഷനിൽ ഒരു മീഡിയത്തിൽ നിന്ന് ലൈറ്റ് മറ്റൊരു മീഡിയത്തിലേക്ക് പോവാണ് പ്രോസസ്സാണ് റിഫ്രാക്ഷൻ അല്ലെ. ഒരു മീഡിയത്തിൽ നിന്ന് ലൈറ്റ് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ബെൻഡിങ് നടക്കുന്നു, അതാണ് റിഫ്രാക്ഷൻ. അപ്പൊ നമ്മൾ ഒരു മീഡിയത്തിൽ നിന്ന് ലൈറ്റ് നമ്മൾ അടുത്ത മീഡിയത്തിലേക്ക് പോകുമ്പോൾ കണ്ട ബെൻഡ് ചെയ്ത് പോകുന്നു, ഇതാണ് റിഫ്രാക്ഷൻ നമ്മൾ പറഞ്ഞത്. അപ്പോ ഇതുവരെ പറഞ്ഞ നമ്മുടെ എക്സാമ്പിളുകളിലൊക്കെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മീഡിയവും സെക്കൻഡ് മീഡിയം, ഇതാണ് ഫസ്റ്റ് മീഡിയം എന്നിരിക്കുക, ഇതാണ് സെക്കൻഡ് മീഡിയം എന്നിരിക്കുക. ഫസ്റ്റ് മീഡിയം സെക്കൻഡ് മീഡിയം തമ്മിലുള്ള ഇന്റർഫേസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റിന്റെയും സെക്കൻഡിന്റെയും ഇടയിലുള്ള ആ ഇന്റർഫേസ് ആ സർഫസ് എന്ന് പറയുന്നത് പ്ലെയിൻ ആയിരുന്നു, അതായത് സ്ട്രെയിറ്റ് ആയിരുന്നു. കണ്ടോ, അപ്പോ ഇപ്പൊ നമ്മൾ എയറിൽ നിന്ന് വെള്ളത്തിലേക്കാണെങ്കിൽ എയർ ഇവിടെ വെച്ചു, അപ്പൊ മുകളിലെ എയർ ആണെന്ന് വിചാരിക്കുക, അടിയിൽ വെള്ളമാണെന്ന് വിചാരിക്കുക. അപ്പോ ലൈറ്റ് എവിടുന്ന വരുന്ന മക്കളെ എയറിൽ നിന്ന് വാട്ടറിലേക്കാണ് വരുന്നത്. അപ്പൊ എയർ വാട്ടർ ഇന്റർഫേസ് എന്ന് പറയുന്നത് വാട്ടറിന്റെ സർഫസ് ആണ്. ആ സർഫസ് എന്താണ്? സ്ട്രെയിറ്റ് ആണ്, പ്ലെയിൻ ആണ്. അപ്പൊ ഇതുവരെ പറഞ്ഞ റിഫ്രാക്ഷനിലൊക്കെ അത് പ്ലെയിൻ ആണ്. ഇനി പറയാൻ പോകുന്ന റിഫ്രാക്ഷനിൽ അത് പ്ലെയിൻ അല്ല, പകരം അത് കർവ്ഡ്. ആ ഒരൊറ്റ വ്യത്യാസമേ നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഭാഗത്ത് നിന്ന് വരുന്നുള്ളൂ. സോ ഈ ഹെഡിങ്ങിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും റിഫ്രാക്ഷൻ ത്രൂ സ്പെറിക്കൽ സർഫസ് എന്ന് പറയുമ്പോൾ മക്കളെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇതാണ് സ്പെറിക്കൽ സർഫസ്, ഇവിടെയാണ് ഫസ്റ്റ് മീഡിയം, ഇവിടെയാണ് സെക്കൻഡ് മീഡിയം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് മീഡിയം സെക്കൻഡ് മീഡിയം നമ്മളുള്ള വേർതിരിവ് ഇന്റർഫേസ് എന്ന് പറയുന്നത് മക്കളെ സ്പെറിക്കലാണ്. അത്ര ഉള്ളതിന്റെ അർത്ഥം കേട്ടാ, വേറെ ഒരു ബുദ്ധിമുട്ടുള്ള കേസില്ല. അപ്പൊ ഇതാണ് റിഫ്രാക്ഷൻ ത്രൂ സ്പെറിക്കൽ സർഫസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സർഫസും രണ്ടാം സർഫസും തമ്മിലുള്ള ഇന്റർഫേസിന്റെ ഷേപ്പ് സ്പെറിക്കൽ ആയിരിക്കും. ഇനി നമ്മൾ മിററിൽ പറഞ്ഞ പോലെ തന്നെ മക്കളെ ദ സെന്റർ ഓഫ് ദ സ്പെറിക്കൽ ഷേപ്പ് ഈസ് നോൺ ആസ് പോൾ. നമ്മൾ മിററിൽ തന്നെ പറഞ്ഞേ. And this spherical surface appears to be a part of a sphere നമ്മൾ പറഞ്ഞു. And the center of that sphere is known as center of curvature. പോളിൽ നിന്ന് center of curvature വരെയുള്ള ദൂരം radius of curvature, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ പഴയ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യണേ. അപ്പോ സെന്റർ ഓഫ് ദ സ്പെറിക്കൽ സർഫസ് പോള്, സ്പിയറിന്റെ സെന്റർ ഓഫ് കർവേച്ചർ, പോളിൽ നിന്ന് സെന്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ദൂരം റേഡിയസ് ഓഫ് കർവേച്ചർ, പോളും സെന്റർ ഓഫ് കർവേച്ചർ നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പൊ അതൊക്കെ പഴയ പോലെ തന്നെയാണ്. ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ സ്പെറിക്കൽ സർഫസ് വന്നു നോക്കും. അപ്പോ റിഫ്രാക്ഷൻ ത്രൂ സ്പെറിക്കൽ സർഫസ് നിങ്ങൾ പേടിക്കരുത്. രണ്ട് സർഫസുകൾ, രണ്ട് മീഡിയങ്ങൾ തമ്മിലുള്ള ഇന്റർഫേസ് സ്പെറിക്കലായി എന്നുള്ള വ്യത്യാസം മാത്രമേ നമുക്ക് അവിടെ കാണാൻ സാധിക്കുള്ളൂ. ഓക്കെ, ക്ലിയർ ആയില്ലേ മക്കളെ? ഇനി ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒബ്ജക്റ്റ് ഏത് മീഡിയത്തിലാണ്? ഫസ്റ്റ് മീഡിയത്തിൽ ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒബ്ജക്റ്റ് നിന്ന് ലൈറ്റ് റേ വരുന്നു. വളരെ പെട്ടെന്ന് പറയും കേട്ടോ മക്കളെ. ഒബ്ജക്റ്റ് നിന്ന് ലൈറ്റ് റേ വരുന്നു. ലൈറ്റ് റേ വന്നിട്ട് എന്ത് സംഭവിക്കും മക്കളെ? ഇവിടെ വെച്ചിട്ട് ബെൻഡ് ചെയ്തിട്ട് ഇവിടേക്ക് പോയിട്ട് ഒരു ഇമേജ് ഫോം ചെയ്യുന്നു. ഓക്കെ, ഇമേജ് ഫോം ചെയ്യുന്നു. ആൻഡ് ദിസ് ഈസ് റിഫ്രാക്റ്റഡ് റേ. മക്കളെ ഈ വരയ്ക്കുന്ന റേ ആണ് റിഫ്രാക്റ്റഡ് റേ. ഇതാണ് ഇതിനെ ഇൻസിഡന്റ് റേ. ഓക്കെ, ഇതാണ് ഇൻസിഡന്റ് റേ. ഇനി നമ്മൾ നേരിട്ട് അതിന്റെ ഇക്വേഷനിലേക്ക് കിടക്കാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ, റിഫ്രാക്ഷൻ ആണ് പ്രോസസ്സ്. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോണേ, പക്ഷെ ഇന്റർഫേസ് എന്താണെന്നുള്ളോ സ്പെറിക്കലാണെന്നുള്ളോ. പോളും സെന്റർ ഓഫ് കർവേച്ചർ റേഡിയസ് ഓഫ് കർവേച്ചറും നിങ്ങൾ നോക്കേണ്ട, അതൊക്കെ മിററിൽ അതേപോലെ തന്നെയാണുള്ളത്. യെസ് മക്കളെ, ഇതാണ് ഒബ്ജക്ട് ഡിസ്റ്റൻസ്. അതായത് പോളിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമാണ് ഒബ്ജക്ട് ഡിസ്റ്റൻസ്, പോളിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരമാണ് ഇമേജ് ഡിസ്റ്റൻസ്. മിററിൽ അതേപോലെ തന്നെ. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താ വരുന്നത് മക്കളെ? ഇക്വേഷൻ റിഫ്രാക്ഷൻ ത്രൂ സ്പെറിക്കൽ സർഫസിന്റെ ഇക്വേഷൻ μ2 by v minus μ1 by u equal to μ2 minus μ1 by r. ഈ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഇതെങ്ങനെയാ വന്നത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഇതെങ്ങനെയാ വന്നത് നമ്മൾ +2 പഠിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ക്രാഷിന്റെ സമയത്ത് നമ്മൾ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. μ2 by v minus μ1 by u equal to μ2 minus μ1 by r. ഇതിൽ μ2 അങ്ങനെ μ2 μ1 ആയിട്ടൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, പഠിക്കരുത്. കാരണം 1 ഉം 2 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കളിക്കും. അപ്പൊ 1 ഉം 2 ഉം നമ്മൾ നമ്പർ കൊടുക്കുന്നല്ലോ നിങ്ങൾ എന്ത് ചെയ്യരുത്, μ2 μ1 എന്നൊന്നും വെച്ച് നിങ്ങൾ പഠിക്കണ്ട, ആ നമ്പർ വെച്ച് പഠിക്കണ്ട. പകരം റിഫ്രാക്റ്റഡ് റേ ഉള്ള, ഞാൻ പറയാട്ടോ, റിഫ്രാക്റ്റഡ് എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റഡ് റേ ഉള്ള മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, റിഫ്രാക്റ്റഡ് റേ ഉള്ള മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ ഇമേജ് ഡിസ്റ്റൻസ്. അപ്പൊ ക്ലിയർ ആയി?
കേട്ടോ. അപ്പൊ നിങ്ങൾ 1 2 എന്നൊന്നും വെച്ച് പഠിക്കണ്ട. µ2 എന്ന് പറയുന്നത് മക്കളെ ഇതാണ് സെക്കൻഡ് മീഡിയം. ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് µ2. ഈ µ2 എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെക്കൻഡ് മീഡിയത്തിലാണ് ഏത് റേ ഉള്ളത് നോക്കിയത് നിങ്ങൾ റിഫ്രാക്റ്റഡ് റേ കാണുന്നത് അല്ലെ. അപ്പൊ റിഫ്രാക്റ്റഡ് റേ ഉള്ള മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് µ2. അപ്പൊ നമ്മൾ µ2 എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്നത് റിഫ്രാക്റ്റഡ് റേ ഉള്ള മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ ഇമേജ് ഡിസ്റ്റൻസ് മൈനസ്. ഇനി µ1 എന്താ മക്കളെ? µ1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മീഡിയം ആണ്. ഫസ്റ്റ് മീഡിയത്തിലാണ് ഏത് റേ ഉള്ള കണ്ട ഇൻസിഡന്റ് റേ ഉള്ളത്. അപ്പൊ നമ്മൾ എഴുതും ഇൻസിഡന്റ് റേ ഉള്ള ഐ എന്ന് എഴുതുള്ളൂ മക്കളെ. ഇൻസിഡന്റ് റേ ഉള്ള മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ ഏത് ഡിസ്റ്റൻസ് ആ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റഡ് റേ ഉള്ള മീഡിയത്തിന്റെ ആർ റേ ഉള്ള മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മൈനസ് ഇൻസിഡന്റ് റേ ഉള്ള മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പൊ ഇത് നിങ്ങളൊന്ന് നോക്കി വെച്ചോളോ. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻ. അപ്പോ റിഫ്രാക്റ്റഡ് റേ ഉള്ള മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ ഇമേജ് ഡിസ്റ്റൻസ് മൈനസ് ഇൻസിഡന്റ് റേ ഉള്ള മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റഡ് റേ ഉള്ള മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മൈനസ് ഇൻസിഡന്റ് റേ ഉള്ള മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ. അതെങ്ങനെയാണ് അവിടെ എഴുതി വെച്ചാൽ µ2 ബൈ v മൈനസ് µ1 ബൈ u ഈക്വൽ ടു µ2 മൈനസ് µ1 ബൈ r എന്ന് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ക്ലിയർ ആയാലും മക്കളെ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ. അപ്പോ റിഫ്രാക്ഷൻ ത്രൂ സ്പെറിക്കൽ സർഫസിന്റെ ഇക്വേഷൻ എല്ലാവരും ശ്രദ്ധിക്കുക. µ2 ബൈ v മൈനസ് µ1 ബൈ u ഈക്വൽ ടു µ2 മൈനസ് µ1 ബൈ r. എന്താണ് µ2? µ2 എന്ന് പറയുമ്പോൾ റിഫ്രാക്റ്റഡ് റേ ഉള്ള മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് µ2. ഇൻസിഡന്റ് റേ ഉള്ള മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് µ1. അപ്പൊ µ2 ബൈ v µ1 ബൈ u അത് വെച്ച് പഠിക്കുക. 1 2 എന്നുള്ള നമ്പർ വെച്ച് പഠിക്കാതെ. ക്ലിയർ ആയാലും മക്കളെ? ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ വളരെ പെട്ടെന്ന് ഒന്ന് നോട്ട് ചെയ്യാം. യെസ്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ വെച്ച് നമുക്ക് തുടങ്ങാം. യെസ് മക്കളെ, ഒബ്ജക്റ്റ് ഫോക്കസിലാണെങ്കിൽ ഇമേജ് എവിടെയായിരിക്കും മക്കളെ? ഇമേജ് ഇൻഫിനിറ്റിയിലായിരിക്കും. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒബ്ജക്റ്റ് ഫോക്കസിലാണെങ്കിൽ ഇമേജ് ഇൻഫിനിറ്റിയിലായിരിക്കും. അപ്പൊ ഒബ്ജക്റ്റ് ഫോക്കസിലായതുകൊണ്ട് ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആയിരിക്കും അല്ലെ. ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മക്കളെ ഫോക്കൽ ലെങ്ത് ആയിരിക്കും. കാരണം ഫോക്കസിലാണ് ഒബ്ജക്ട്. പോളിൽ നിന്ന് ഒബ്ജക്ട് വരെയുള്ള ദൂരമാണ് ഒബ്ജക്ട് ഡിസ്റ്റൻസ്. അപ്പൊ പോളിൽ നിന്ന് ഫോക്കസ് വരെയുള്ള ദൂരമാണ് ഫോക്കൽ ലെങ്ത്. മക്കളെ ഈ ഫോക്കൽ ലെങ്ത് നമുക്ക് F1 ഇടാം കേട്ടോ. ഈ കേസിൽ ഫോക്കൽ ലെങ്ത് ഫസ്റ്റ് ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കുക F1. അപ്പൊ F1 എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ പറയാം ഒബ്ജക്ട് ഫോക്കസിലാവുമ്പോൾ ഇമേജ് ഇൻഫിനിറ്റിയിലാണ്. അപ്പൊ ഇമേജ് ഡിസ്റ്റൻസ് എത്രയായിരിക്കും മക്കളെ? ഇമേജ് ഡിസ്റ്റൻസ് ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പൊ നോക്കുക, അപ്പോ ഒബ്ജക്ട് ഫോക്കസിലാണെങ്കിൽ ഇമേജ് ഇൻഫിനിറ്റിയിലാണെന്നുള്ള കാര്യം എല്ലാ കുട്ടികൾക്കും അറിയാം. നമ്മൾ പഴയ ക്ലാസ് തൊട്ട് പഠിച്ചിട്ടുള്ള ഏതൊരു സംഭവത്തിന്റെ ഫോക്കസിൽ ഒരു ഒബ്ജക്ട് വയ്ക്കുകയാണെങ്കിൽ അതിന്റെ ഇമേജ് ഇൻഫിനിറ്റിയിലുണ്ടാവും. അപ്പൊ ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഫോക്കൽ ലെങ്ത് ആയിരിക്കും. അങ്ങനെ കിട്ടുന്ന ഫോക്കൽ ലെങ്തിനെ നമ്മൾ ഫസ്റ്റ് ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കുക F1. ക്ലിയർ ആയോ? ഫസ്റ്റ് ഫോക്കൽ ലെങ്ത്. അപ്പൊ നമ്മൾ ഇത് ഇക്വേഷനിൽ കൊടുത്തു നോക്കി. നമ്മുടെ ഇക്വേഷൻ ആദ്യം എഴുതാം. µ2 ബൈ v അല്ലെ. µ2 ബൈ v ബൈ µ1 ബൈ u ഈക്വൽ ടു മക്കളെ µ2 മൈനസ് µ1 ബൈ r എന്നുള്ള ഇക്വേഷൻ എഴുതി. അതിൽ നമുക്ക് ഈ സാധനം വളരെ പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ മക്കളെ µ2 ബൈ v ഇമേജ് ഡിസ്റ്റൻസ് ഇൻഫിനിറ്റി ആണ് മൈനസ് µ1 ബൈ ഫോക്കൽ ലെങ്ത് അല്ലെ. µ1 ബൈ ഫോക്കൽ ലെങ്ത് F ആണ്. ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഫോക്കൽ ലെങ്ത് ആണ്. അത് F1 ആണ്. ഓക്കെ. F1 ഈസ് ഈക്വൽ ടു µ2 ബൈ µ1 ബൈ r. ക്ലിയർ ആയില്ലേ മക്കളെ? ബൈ ഇൻഫിനിറ്റി വന്നു കഴിഞ്ഞാൽ 0 ആയി പോകും. ക്ലിയർ? അത് 0 ആയി പോയി. ബാക്കി എന്ത് വരും മക്കളെ? മൈനസ് µ1 ബൈ F1 ഈസ് ഈക്വൽ ടു µ2 മൈനസ് µ1 ബൈ r. ഈ മൈനസ് µ1 അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് താഴേക്കാ പോകും അല്ലെ. ഈക്വൽ ടു അപ്പോ 1 ബൈ F1 ഈസ് ഈക്വൽ ടു മക്കളെ µ2 മൈനസ് µ1 ബൈ മൈനസ് µ1 ഇൻറ്റു r. ക്ലിയർ ആയോ? മൈനസ് µ1 ഇൻറ്റു r. Then F1 ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഫോക്കൽ ലെങ്ത് ഈക്വൽ ടു മൈനസ് µ1 ഇൻറ്റു r ബൈ µ2 മൈനസ് µ1 കിട്ടും. ഇതാണ് ഫസ്റ്റ് ഫോക്കൽ ലെങ്ത്. അപ്പൊ ഫസ്റ്റ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഒബ്ജക്ട് ഫോക്കസിൽ ഇമേജ് ഇൻഫിനിറ്റിയില്. അപ്പൊ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ് ഫോക്കൽ ലെങ്ത്. അതാണ് ഫസ്റ്റ് ഫോക്കൽ ലെങ്ത്. ക്ലിയർ ആയില്ലേ? പെട്ടെന്ന് നോട്ട് ചെയ്യൂ. ഇത് നിങ്ങൾ അത്ര പ്രാധാന്യം കൊടുത്ത് പഠിക്കണ്ട. ചോദിക്കാറ് വളരെ ചാൻസ് വളരെ കുറവാണ്. ഇനി നമ്മളെല്ലാം പറയുന്നതിന്റെ പേരിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പൊ ഇതൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഒബ്ജക്ട് ഫോക്കസിലാണെങ്കിൽ ഇമേജ് ഫോക്കൽ ലെങ്തില് ഇമേജ് ഇൻഫിനിറ്റിയിലായിരിക്കും. അപ്പൊ ഇമേജ് ഡിസ്റ്റൻസ് ഇൻഫിനിറ്റി വരും. ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഫോക്കൽ ലെങ്ത് വരും. അതാണ് ഫസ്റ്റ് ഫോക്കൽ ലെങ്ത്. ഇനി ഇനി നമുക്ക് ഒരു കാര്യം കൂടി നോക്കാം. നമ്മൾ ഈ സാധാരണ
ഈ സ്കൂളിൽ നിങ്ങൾ ലാബിൽ ചെയ്യുമ്പോൾ റഫ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഒരു മെത്തേഡ് ചെയ്യാറുണ്ട്. സ്കൂൾ ലാബിൽ നമ്മൾ റഫ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു മെത്തേഡ് ചെയ്യാറുണ്ട്. അവിടെ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ വരും അല്ലെ. ഇതാണ് നിങ്ങൾ സ്കൂളിൽ ചെയ്ത് പരിചയം. അതായത് നമ്മൾ ലാബിലേക്ക് കയറി കഴിഞ്ഞാൽ റഫ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുക, അപ്പുറത്തുള്ള വല്ല തെങ്ങിന്റെയോ വാഴയുടെ ഒക്കെ ഇമേജ് ഉണ്ടാക്കുക ചെയ്യാം. അപ്പൊ അവിടെ ആ കേസിൽ ഒബ്ജക്റ്റ് എന്താണ് മക്കളെ, ഇൻഫിനിറ്റിയിലാണ്. അപ്പോ ഇമേജ് അവിടെ വരും. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജ് ഫോക്കസിൽ വരും. അപ്പൊ നമുക്ക് ഇവിടെ പറയുകയാണെങ്കിൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഇൻഫിനിറ്റി പറയുകയാണെങ്കിൽ മക്കളെ ഇമേജ് ഡിസ്റ്റൻസ് ഫോക്കസിൽ വരും. ആ ഫോക്കസിനെ നമ്മൾ സെക്കൻഡ് ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കാം. അപ്പൊ ഇമേജ് ഡിസ്റ്റൻസ് പറയുമ്പോൾ സെക്കൻഡ് ഫോക്കൽ ലെങ്ത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ലാബിൽ നമ്മൾ ചെയ്യുന്ന റഫ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്ന മെത്തേഡ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അത് എന്ന് പറയുന്നത് മക്കളെ സെക്കൻഡ് ഫോക്കൽ ലെങ്ത്തിന്റെ മെത്തേഡാണ്. F2 കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ്. എന്നിട്ട് നമുക്ക് വീണ്ടും അത് കൊടുക്കാം. μ2 by v minus μ1 by u equal to μ2 minus μ1 by r എന്ന് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മക്കളെ μ2 by f2 അല്ലെ, μ2 by f2 മൈനസ് μ1 by u, ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഇൻഫിനിറ്റി ആണ്, ഇൻഫിനിറ്റി ഈക്വൽ ടു മക്കളെ μ2 minus μ1 by r അല്ലെ. അപ്പൊ ഇത് പോയി. അപ്പൊ μ2 എടുത്തു കഴിഞ്ഞാൽ മക്കൾ എന്ത് വരും, 1 by f2 ഈക്വൽ ടു μ2 minus μ1 by r into μ2 എന്ന് വരും അല്ലെ. സോ F2 ഈക്വൽ ടു മക്കളെ F2 ഈക്വൽ ടു r into μ2 by μ2 minus μ1 വരും. r into μ2 by μ2 minus μ1. ഇതാണ് സെക്കൻഡ് ഫോക്കൽ ലെങ്ത്. ഫസ്റ്റ് ഫോക്കൽ ലെങ്ത് നമുക്ക് ഓൾറെഡി നമ്മൾക്ക് ഇവിടെ ഇക്വേഷനിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. r into μ1 മൈനസ് ഉണ്ട് ബൈ μ2 minus μ1. ഇത് നമുക്ക് ഫസ്റ്റ് ഫോക്കൽ ലെങ്ത് തൊട്ട് മുമ്പ് ഉള്ള ഇതിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. മക്കളെ രണ്ട് ഫോക്കൽ ലെങ്തുകൾ നമ്മൾ ഡിവൈഡ് ചെയ്താൽ F2 by F1 ചെയ്താൽ F2 by F1 ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെട്ടിപ്പോകും മക്കളെ, ആറും വെട്ടിപ്പോകും. അപ്പൊ ശരിക്കും എന്താ വരിക, മൈനസ് μ2 by എന്ത് വരും മക്കളെ, μ1 വരും. μ2 by μ1. അപ്പൊ F2 by F1 ഈക്വൽ ടു മൈനസ് μ2 by μ1 എന്നുള്ള കാര്യം നമുക്ക് കിട്ടും. അപ്പൊ ഇതാണ് ഫോക്കൽ ലെങ്തുകളെ കുറിച്ച്. അപ്പൊ രണ്ട് ഫോക്കൽ ലെങ്തുകൾ ഉണ്ട്. ഫസ്റ്റ് ഫോക്കൽ ലെങ്ത് ഉണ്ട്, സെക്കൻഡ് ഫോക്കൽ ലെങ്ത് ഉണ്ട്. എങ്ങനെ ഓർമ്മിച്ച് വെക്കുക, സെക്കൻഡ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഡിസ്റ്റന്റ് ഒബ്ജക്ട് മെത്തേഡ് വെച്ച് നമ്മൾ ചെയ്തിട്ടുള്ള റഫ് ഫോക്കൽ ലെങ്ത് പിടിക്കുന്ന മെത്തേഡിൽ കിട്ടുന്ന ഫോക്കൽ ലെങ്ത് ആണ് സെക്കൻഡ് ഫോക്കൽ ലെങ്ത്. അതായത് ഒബ്ജക്ട് ഇൻഫിനിറ്റിയിലും ഇമേജ് ഫോക്കസിലും. അതാണ് സെക്കൻഡ് ഫോക്കൽ ലെങ്ത്. അതിന് നേരെ തിരിച്ചു പറഞ്ഞാൽ മക്കൾ എന്ത്, ഫസ്റ്റ് ഫോക്കൽ ലെങ്ത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഫോക്കൽ ലെങ്ത് സെക്കൻഡ് ഫോക്കൽ ലെങ്ത് കിട്ടി. അവർ നമ്മളെ റേഷ്യോ നമ്മൾ എഴുതി. ഇത് വളരെ ദുർലഭമായിട്ട് നമുക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പൊ എല്ലാവരും പഠിക്കുന്നില്ല, നന്നായി എന്ത് ചെയ്യണം, ഫിസിക്സ് അറിഞ്ഞു പഠിക്കണം എന്നുള്ളവർ മാത്രം ഈ ഭാഗങ്ങൾ പഠിച്ചാൽ മതി. അല്ലാത്തൊരു മറ്റേ ഈക്വേഷൻ പഠിച്ചാൽ മതി. μ2 by v minus μ1 by u equal to μ2 minus μ1 by r എന്നുള്ള ഇക്വേഷൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി ചെറിയൊരു കാര്യം കൂടി പറയാം മക്കളെ. മാഗ്നിഫിക്കേഷൻ നമ്മൾ മാഗ്നിഫിക്കേഷൻ ഓൾറെഡി നമ്മൾ മിററിൽ പറഞ്ഞതാണ്. ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്ട് അല്ലെ. ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്ട് ആണ്. അപ്പൊ ഒരു സ്പെറിക്കൽ സർഫസിനെ സംബന്ധിച്ച് മക്കളെ ഇത് μ1 ഇത് μ2 കേട്ടോ. സ്പെറിക്കൽ സർഫസിനെ സംബന്ധിച്ച് മക്കളെ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുള്ളൂ. മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു μ1 by μ2 into v by u. μ1 by μ2 into v by u. നമ്മൾ ഓൾറെഡി v by u എന്ന് കേട്ടിട്ടുണ്ടാവും മാഗ്നിഫിക്കേഷൻ അല്ലെ. അതിന്റെ കൂടെ ഒരു μ1 by μ2 ചെയ്ത് നമുക്ക് ഇത് കിട്ടും, മാഗ്നിഫിക്കേഷൻ കിട്ടും. അപ്പൊ മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ എ സ്പെറിക്കൽ സർഫസ് ഈസ് ഈക്വൽ ടു μ1 by μ2 into v by u എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ ആയോ മക്കളെ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കി വെക്കണം. യെസ്, സോ മാഗ്നിഫിക്കേഷൻ നമുക്ക് കഴിയും. യെസ്, അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് സ്പെറിക്കൽ സർഫസിനെ കുറിച്ച് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മള് മിററിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്സിയൽ ലൈനില് ഇങ്ങനെ ഒരു ഒബ്ജക്ട് കിടക്കുമ്പോ ഓർമ്മയുണ്ടോ? മിറർ നമ്മൾ മര്യാദയ്ക്ക് പഠിച്ചവർക്ക് അറിയണോട്ടാ. മിറർ നമ്മൾക്ക് മര്യാദയ്ക്ക് പഠിച്ചവർക്ക് അറിയാം. ആക്സിയൽ ലൈനിൽ ഇങ്ങനെ ഒരു ഒബ്ജക്ട് ഡി യു എന്ന് കിടക്കുമ്പോ ഇമേജും അതേപോലെ ആക്സിയൽ ലൈനിൽ കിടക്കുന്നുണ്ടാവും ഡി വി. അവിടെ നമ്മൾ സൈസ് ഓഫ് ഇമേജ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു മക്കളെ. സൈസ് ഓഫ് ഇമേജ് ഡി വി ഈക്വൽ ടു എം സ്ക്വയർ ഇൻറ്റു ഡി യു എന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മിററിന്റെ കാര്യം പറഞ്ഞാ, ഇത് മിററിന്റെ ഇക്വേഷൻ ആണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എം സ്ക്വയർ ഇൻറ്റു ഡി യു. എം സ്ക്വയർ എന്ന് പറയുമ്പോൾ മക്കളെ വി സ്ക്വയർ ബൈ യു സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഡി വി കൊണ്ട് വി സ്ക്വയർ ബൈ യു സ്ക്വയർ ഡി യു എന്ന് നമ്മൾ അവിടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ആക്സിയൽ ലൈനിൽ കിടക്കുമ്പോ ഉള്ള കേസിൽ. അപ്പൊ ഇവിടെ ചെറിയൊരു മാറ്റം വരുന്നുണ്ട് മക്കളെ. ഡി വി ഈക്വൽ ടു ഈ പറഞ്ഞ പോലെ μ1 by μ2. ഇവിടെയുള്ള μ1 by μ2 സാധാ മാഗ്നിഫിക്കേഷനിലുള്ള അതേ μ1 by μ2. ഇവിടെ എക്സ്ട്രാ വന്നില്ല, ഒരു μ1 by μ2 എക്സ്ട്രാ വന്നിട്ടുണ്ട്. v by u ആണ് നമ്മൾ സാധാരണ പഠിച്ചതാണ്.
കൂട്ടത്തിൽ ഒരു μ1/μ2 എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ μ1/μ2 ഇൻറ്റു v²/u² ഇൻറ്റു du സൈസ് ഓഫ് ഒബ്ജക്ട്. ഇതാണ് ഇപ്പൊ സൈസ് ഓഫ് ഇമേജ് ഈക്വൽ ടു μ1/μ2 എക്സ്ട്രാ വരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ മതി കേട്ടോ. μ1/μ2 ബാക്കി v²/u² du ഒക്കെ നമ്മൾ മിററിൽ പഠിച്ച അതേ സാധനം തന്നെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റിഫ്രാക്ഷൻ ത്രൂ സ്പെറിക്കൽ സർഫസ്. ഇത് സാധാരണ മാഗ്നിഫിക്കേഷൻ കേട്ടോ. μ1/μ2 ഇൻറ്റു v/u. ഇത് ആക്സിയൽ ലൈനിലെ ഒബ്ജക്ട് ഇങ്ങനെ ലൈ ചെയ്യുമ്പോൾ ഇമേജും അതേപോലെ ലൈ ചെയ്യും. അത് നമ്മൾ മിററിന്റെ കേസിൽ എടുത്തുന്നുണ്ട്. അപ്പോൾ സൈസ് ഓഫ് ഇമേജ് ഈക്വൽ ടു μ1/μ2 ഇൻറ്റു v²/u² ഇൻറ്റു സൈസ് ഓഫ് ഒബ്ജക്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയും കാര്യം കഴിഞ്ഞാൽ നമുക്ക് റിഫ്രാക്ഷൻ ത്രൂ സ്പെറിക്കൽ സർഫസ് അവസാനിപ്പിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ലെൻസിന്റെ സെക്ഷനിലേക്ക് പോകാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനാണ് നമുക്ക് ലെൻസ്. അപ്പൊ നമുക്ക് ലെൻസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്യാം. നമുക്കിനി ലെൻസിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഒപ്റ്റിക്സിലെ, നമ്മൾ റേ ഒപ്റ്റിക്സിലെ ലെൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മക്കളെ ലെൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ റിഫ്രാക്റ്റീവ് മീഡിയം. ഇറ്റ് ഈസ് എ റിഫ്രാക്റ്റീവ് മീഡിയം ബൗണ്ടഡ് വിത്ത് ടു സർഫസസ്. ബൗണ്ടഡ് വിത്ത് ടു സർഫസസ്, അതായത് രണ്ട് സർഫസിനുള്ളിൽ ബൗണ്ട് ചെയ്തിരിക്കുന്ന റിഫ്രാക്റ്റീവ് മീഡിയം ആണ്. At least out of these two, at least one of them should be spherical. മക്കൾ അതാണ് മിറർ. അതായത് രണ്ട് സർഫസിനുള്ളിലിരിക്കുന്ന ഒരു റിഫ്രാക്റ്റീവ് മീഡിയമാണ്. ആ രണ്ട് സർഫസിൽ ഏതെങ്കിലും ഒരു സർഫസ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും എന്തായി മാറണം മക്കളെ, സ്പെറിക്കൽ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ലെൻസ് എന്ന് വിളിക്കാം. ലെൻസ് പല ടൈപ്പ് ഉണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ ഇവിടെ എടുക്കുന്നില്ല മക്കളെ. പെട്ടെന്ന് നമ്മൾ പറയാം. ലെൻസ് രണ്ട് ടൈപ്പ് ഉണ്ട് മക്കളെ. കോൺകേവ് ഉണ്ട്, കോൺവെക്സ് ഉണ്ട് അല്ലെ. കോൺകേവ് ലെൻസുകൾ എന്ന് പറയുമ്പോൾ ഡബിൾ കോൺകേവ് ലെൻസ്, ഡബിൾ കോൺവെക്സ് ലെൻസ് ഉണ്ട്. നമ്മൾ കോൺവെക്സ് ലെൻസ് പറയാം. ഇത് ഡബിൾ കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ ബൈ കോൺവെക്സ് ലെൻസ് എന്ന് പറയാം അല്ലെ. പിന്നെ പ്ലാനോ കോൺവെക്സ് ലെൻസ് ഉണ്ട്. അപ്പൊ ഒരു സൈഡ് പ്ലെയിൻ ആണ്, പിന്നെ അങ്ങനെ ഒരു സൈഡ് പ്ലെയിൻ വരുന്ന ലെൻസുകൾ പ്ലാനോ കോൺവെക്സ് ലെൻസ് ഉണ്ട് അല്ലെ. പിന്നെ കോൺകേവോ കോൺവെക്സ് ലെൻസുകൾ ഉണ്ട്. അപ്പൊ അതൊന്നും നമ്മൾ നോക്കണ്ട, വലിയ ഭീകരമായിട്ട് നോക്കണ്ട. അതേപോലെ ഇവിടെ ബൈ കോൺകേവ് ലെൻസുകൾ ഉണ്ട്, ബൈ കോൺകേവ് ലെൻസ്. അതേപോലെ പ്ലാനോ കോൺകേവ് ലെൻസുകൾ ഉണ്ട്. അതേപോലെ കോൺവെക്സോ കോൺകേവ് ലെൻസുകളും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ രണ്ട് രീതിയിലുള്ള ലെൻസുകളാണ് മെയിൻ ആയിട്ട് നമ്മൾ പറയണേ, കോൺവെക്സും കോൺകേവും. അതിൽ ബൈ കോൺവെക്സ്, പ്ലാനോ കോൺവെക്സ്, ഇത് രണ്ടും നിങ്ങൾ നോക്കി വെക്കുക. അതേപോലെ ഇവിടെ ബൈ കോൺകേവ്, പ്ലാനോ കോൺകേവ് നോക്കി വെക്കുക. കോൺവെക്സോ കോൺകേവും കോൺകേവോ കോൺവെക്സോ ഒന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, സാധാരണ നമുക്ക് ചോദിക്കാറില്ല. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ലെൻസിനെ കുറിച്ച് രണ്ട് ക്ലാസിഫിക്കേഷൻ ആക്കി മാറ്റുന്നു, കോൺവെക്സും കോൺകേവും. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. നമുക്ക് ഇതിന്ന് ചോദ്യങ്ങളില്ല, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവാം. യെസ്, ഇനി ലെൻസിനെ കുറിച്ച് ഉള്ള കുറച്ച് ടേംസ്. ഓക്കെ, നമ്മള് മിററിൽ നമ്മൾ പറഞ്ഞ പോലെ കുറച്ച് ടേംസ് ലെൻസിന് നമുക്ക് അപ്ലിക്കബിൾ ആണ്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ, ലെൻസിനെ കുറിച്ച് വരുന്ന കുറച്ച് ടേംസ് ഒന്ന് പറയാം. യെസ്, നോക്കുക, ഞാനൊരു ബൈകോൺവെക്സ് ലെൻസ് വരയ്ക്കണേ. ഈ ബൈകോൺവെക്സ് ലെൻസ് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡും സ്പെറിക്കലാണ്. ഓക്കെ, രണ്ട് സൈഡും സ്പെറിക്കൽ ആയിട്ടുള്ള ഒരു ബൈകോൺവെക്സ് ലെൻസ് വരയ്ക്കണേ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് സ്പെറിക്കൽ സർഫസ്, ഒരെണ്ണം ബ്ലൂ കളറിൽ വരച്ചിട്ടുണ്ട്, ഒരെണ്ണം ബ്ലാക്ക് ഇങ്കിലാണ് ഞാൻ വരച്ചേക്കണേ. സോ ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. ബൈകോൺവെക്സ് എന്ന് പറയാനുള്ള കാരണം അതിന് രണ്ട് സൈഡും സ്പെറിക്കൽ ആണ്. ഓക്കെ, ഒരു സൈഡ് പ്ലെയിൻ ആണെങ്കിൽ അത് പ്ലാനോ കോൺവെക്സ് ആയി കേട്ടോ. ഒരു സൈഡ് കോൺകേവ് ഷേപ്പിലും ഒരു സൈഡ് കോൺവെക്സ് ഷേപ്പിലാണെങ്കിൽ അത് കോൺകേവോ കോൺവെക്സ് ആയി. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ബൈ കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ രണ്ട് സർഫസുകൾ ഉണ്ട്. അതിൽ ബ്ലൂ കളറിൽ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് സർഫസ്, ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് നമ്മുടെ സെക്കൻഡ് സർഫസ്. നമ്മൾ ഓരോ സർഫസിനെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ബ്ലൂ കളർ സർഫസിന്റെ സെന്ററിനെ നമ്മൾ പറയുന്ന പേരാണ് പോൾ. പോൾ കേട്ടോ, നമ്മൾ സെന്റർ ഓഫ് സർഫസ് പോൾ തന്നെയാണ്. അത് മിറോട്ടെ നമ്മൾ പറയുന്നതാണ്. അപ്പോ ബ്ലൂ കളർ സർഫസിന്റെ സെന്റർ നമ്മൾ പറഞ്ഞ പേര് പോൾ. ഇനി അതിന് നമുക്ക് എന്ത് വരയ്ക്കാം മക്കളെ, ബ്ലൂ കളർ സർഫസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്പിയർ വരയ്ക്കുകയാണെങ്കിൽ ഇത് ആ സ്പിയറിന്റെ സെന്റർ ആണ്, സെന്റർ ഓഫ് കർവേച്ചർ ഓഫ് ഫസ്റ്റ് സർഫസ് C1. കണ്ടോ, എല്ലാത്തിനും 1 എഴുതുന്നത്.
മക്കളെ ഇതാണ് അതിന്റെ എന്ത് റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലെ, പോളിൽ നിന്ന് സെന്റർ ഓഫ് കർവേച്ചർ ഉള്ള ദൂരം, അല്ലെങ്കിൽ ഈ സ്പിയറിന്റെ റേഡിയസ് ആണ് നമ്മൾ ഈ പറയുന്ന റേഡിയസ് ഓഫ് കർവേച്ചർ R1. അപ്പോ ഫസ്റ്റ് സർഫസ് നമ്മൾ എടുത്തിരിക്കുന്നത് ബ്ലൂ കളറുള്ള സർഫസ് ആണ്. അതിൽ ഫസ്റ്റ് സർഫസിന്റെ സെന്റർ P1, അതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ C1, അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R1. ഇനി നമുക്ക് സെക്കൻഡ് സർഫസ് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് സർഫസിന്റെ സെന്റർ ഇവിടെ കാണുന്നുണ്ട്. സെക്കൻഡ് സർഫസിന്റെ സെന്റർ P2 പോളാണ്, രണ്ടാമത്തെ സർഫസ് ആയതുകൊണ്ടാണ് P2 എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് സർഫസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് വരയ്ക്കാം, ഒരു സ്പിയർ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സ്പിയറിന്റെ സെന്റർ ആണ് C2. സെന്ററിൽ നിന്ന് പോളിലേക്കുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ R2. അപ്പൊ ഒരു ബൈക്കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ ഒരു ബൈക്കോൺകേവ് ലെൻസിനൊക്കെ സംബന്ധിച്ചാണെങ്കിൽ രണ്ട് സർഫസ് ഉണ്ട് മക്കളെ. രണ്ട് സർഫസിന് രണ്ട് പോള് വരുന്നുണ്ട്, രണ്ട് സെന്റർ ഓഫ് കർവേച്ചർ വരുന്നുണ്ട്, രണ്ട് റേഡിയസ് ഓഫ് കർവേച്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് അപ്പോ രണ്ട് പോള്, രണ്ട് റേഡിയസ് ഓഫ് കർവേച്ചർ, രണ്ട് സെന്റർ ഓഫ് കർവേച്ചർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സെന്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ രണ്ട് സെന്റർ ഓഫ് കർവേച്ചറിലൂടെ നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് നമ്മുടെ എന്ത്, പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ലൈനാണ് പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പൊ ഈ ലൈനെ നമുക്ക് എന്ത് വിളിക്കാം മക്കളെ, പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കാം. അതില് ഈ പ്രിൻസിപ്പൽ ആക്സിസിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ കൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ ഡീവിയേഷൻ സംഭവിക്കുന്നില്ലെങ്കിൽ, പ്രിൻസിപ്പൽ ആക്സിസിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ ഡീവിയേഷൻ സംഭവിക്കുന്നില്ലെങ്കിൽ ആ പോയിന്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഒപ്റ്റിക് സെന്റർ. അപ്പൊ നമുക്ക് ഒപ്റ്റിക് സെന്റർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിൻസിപ്പൽ ആക്സിസിലൂടെ ലൈറ്റ് റേ കടന്നു പോകുന്ന അല്ലെങ്കിൽ ലെൻസിലൂടെ ഒരു ലൈറ്റ് റേ കടന്നു പോയിട്ട് ആ ലെൻസിലൂടെ കടന്നു പോകുന്ന ലൈറ്റ് റേക്ക് ഡീവിയേഷൻ ഒന്നും ഉണ്ടായില്ല എന്ന് വിചാരിക്കാം. അപ്പൊ ലെൻസിലൂടെ കടന്നു പോകുന്ന ലൈറ്റ് റേക്ക് ഡീവിയേഷൻ ഒന്നും ഉണ്ടായില്ലെങ്കിൽ ആ ലൈറ്റ് റേ കടന്നു പോകുന്ന പ്രിൻസിപ്പൽ ആക്സിസിലെ പോയിന്റ് ആണ് മക്കളെ ഒപ്റ്റിക് സെന്റർ. ആ ലൈറ്റ് റേ കടന്നു പോകുന്ന പ്രിൻസിപ്പൽ ആക്സിസിലെ പോയിന്റ് ആണ് ഒപ്റ്റിക് സെന്റർ. ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കാറുണ്ട്. ഒപ്റ്റിക് സെന്റർ എന്താണെന്ന് നമുക്കൊരു ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഒപ്റ്റിക് സെന്റർ ലെൻസിന്റെ ഉള്ളിൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഒപ്റ്റിക് സെന്റർ ലെൻസിന് പുറത്തായിട്ടുള്ള കേസുകളുണ്ട്, ലെൻസിന്റെ സർഫസിൽ വരാം. അപ്പൊ ഉള്ളിലാണ് സെന്ററിലാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്, പറഞ്ഞു വെക്കരുത്. അപ്പൊ ഒപ്റ്റിക് സെന്റർ എന്ന് പറയുമ്പോൾ ഒരു ലെൻസിലൂടെ നമ്മൾ ഒരു ലൈറ്റ് കടത്തി വിട്ട് കഴിഞ്ഞാൽ ആ ലൈറ്റ് ഡീവിയേഷൻ ഇല്ലാതെ പോകുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ഡീവിയേഷൻ ഇല്ലാതെ പോകുന്ന ലൈറ്റ് പാസ് ചെയ്യുന്ന പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരു പോയിന്റ് ആണ് ഒപ്റ്റിക് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട അപ്പൊ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം മക്കളെ. രണ്ട് പോള്, രണ്ട് റേഡിയസ് ഓഫ് കർവേച്ചർ, രണ്ട് സെന്റർ ഓഫ് കർവേച്ചർ, പ്രിൻസിപ്പൽ ആക്സിസ്, ഒപ്റ്റിക് സെന്റർ. ഓക്കെ, ഇനി നമുക്ക് ഉള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ആണ്. ഫോക്കസ് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രിൻസിപ്പൽ ആക്സിസിന് അല്ലെ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് ലൈറ്റ് റേസ് വരികയാണെന്ന് വിചാരിക്കുക. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ പാസിംഗ് ത്രൂ എ കോമൺ പോയിന്റ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊരു ബൈക്കോൺവെക്സ് ലെൻസ് ആണെന്ന് വിചാരിക്കാം. ഇത് പ്രിൻസിപ്പൽ ആക്സിസ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് കുറച്ച് ലൈറ്റ് റേസ് വരച്ചു വെക്കാം. നമ്മൾ ഇവിടെ വരയ്ക്കുന്നുണ്ട്, പാരലൽ ആയിട്ട് കുറച്ച് ലൈറ്റ് റേസ് വരയ്ക്കുന്നുണ്ട്. അപ്പൊ പാരലൽ ആയിട്ട് ലൈറ്റ് റേസ് വരച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ പാസിംഗ് ത്രൂ എ കോമൺ പോയിന്റ്, അതൊരു കോമൺ പോയിന്റിലൂടെ എന്ത് ചെയ്യാം മക്കളെ, പാസ് ചെയ്യാൻ. ആൻഡ് ദാറ്റ് കോമൺ പോയിന്റ് ഈസ് നോൺ ആസ് പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പൊ ആ കോമൺ പോയിന്റിനെ നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കണേ. ഒപ്റ്റിക് സെന്ററും ഫോക്കസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഫോക്കൽ ലെങ്ത്. ഒപ്റ്റിക് സെന്ററും ഫോക്കസും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് വിളിക്കാം മക്കളെ, ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇതൊന്നും വലിയ കാര്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ പരീക്ഷയ്ക്ക് ഇതൊന്നും അല്ല ചോദിക്കുക കേട്ടാ. എന്താണ് ഒപ്റ്റിക് സെന്റർ, എന്താണ് ഫോക്കസ്, എന്താണ് ഫോക്കൽ ലെങ്ത്, എന്താണ് സെന്റർ ഓഫ് കർവേച്ചർ എന്നുള്ള ചോദ്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്യാം. അപ്പൊ ഒരു ലെൻസിന് രണ്ട് സർഫസുകൾ ഉണ്ടാവും. ആ രണ്ട് സർഫസിലെ അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും എന്തായി മാറും, അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും സ്പെറിക്കൽ ആയിട്ട് മാറണം. രണ്ടെണ്ണം സ്പെറിക്കൽ ആയാലും കുഴപ്പമില്ല. അപ്പൊ രണ്ടെണ്ണം സ്പെറിക്കൽ ആയിട്ട് സർഫസ് ഉണ്ടെങ്കിൽ രണ്ട് പോളുകൾ ഉണ്ടാവും മക്കളെ. രണ്ട് പോള്, രണ്ട് സെന്റർ ഓഫ് കർവേച്ചർ, രണ്ട് റേഡിയസ് ഓഫ് കർവേച്ചർ, ഒരു പ്രിൻസിപ്പൽ ആക്സിസ്, ഒരു ഒപ്റ്റിക് സെന്റർ, ഒരു ഫോക്കസ്, രണ്ട് ഫോക്കസ് ഉണ്ടാവും. അത് നമുക്ക് പിന്നെ പറയാം. ഫസ്റ്റ് ഫോക്കസും സെക്കൻഡ് ഫോക്കസും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. യെസ്, ഇനി നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ട് നമുക്ക് ഇവിടെ വരുന്നത് ലെൻസ് മേക്കേഴ്സ് ഫോർമുലയാണ്. വെരി വെരി ഇമ്പോർട്ടന്റ്. ലെൻസ് മേക്കേഴ്സ് ഫോർമുല വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ കുട്ടികളും ഇത് ശ്രദ്ധിക്കണം. ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറയുന്നത് 1 ഫോക്കൽ ലെങ്ത് ഈക്വൽ ടു, നോക്കാം, 1 ഫോക്കൽ ലെങ്ത് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് മൈനസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സറൗണ്ടിങ് മീഡിയം
by refractive index of surrounding medium into 1 by R1 minus 1 by R2. ഇതാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുക, ഒരു ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്തിന്റെ ഇക്വേഷൻ ആണ് ഇത് കേട്ടോ. 1 by ഫോക്കൽ ലെങ്ത്, എഫ് എന്ന് പറയുമ്പോൾ ഫോക്കൽ ലെങ്ത് ആണ്. സോ 1 by ഫോക്കൽ ലെങ്ത് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് എന്ന് പറയുമ്പോൾ ലെൻസ് ഉണ്ടാക്കിയിരിക്കുന്ന മീഡിയം, ലെൻസ് ഒരു മീഡിയം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് നമുക്കറിയാലോ. ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതായത് ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മൈനസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എസ് എസ് എന്ന് പറയുമ്പോൾ സറൗണ്ടിങ് മീഡിയം, അതായത് ലെൻസ് ഇരിക്കുന്ന ചുറ്റുപാടിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പൊ ഇത് ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇത് ലെൻസ് ഇരിക്കുന്ന ചുറ്റുപാടിന്റെ സറൗണ്ടിങ്ങിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ വീണ്ടും സറൗണ്ടിങ്ങിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു 1 by R1 minus 1 by R2. R1 എന്ന് പറയുമ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ഫസ്റ്റ് സർഫസ്, R2 എന്ന് പറയുമ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് സെക്കൻഡ് സർഫസ്. കേട്ടോ, ഫസ്റ്റ് സർഫസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് R1, സെക്കൻഡ് സർഫസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് R2. കേട്ടോ, അപ്പൊ ഇതാണ് നമ്മളെ മക്കളെ ഫോക്കൽ ലെങ്ത്തിന്റെ ഇക്വേഷൻ. അപ്പൊ 1 by F ഈക്വൽ ടു ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മൈനസ് സറൗണ്ടിങ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ സറൗണ്ടിങ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു 1 by R1 മൈനസ് 1 by R2 എന്ന് നമുക്ക് വരാം. അതിൽ കോൺവെക്സ് ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ, കോൺവെക്സ് ആണെങ്കിൽ R1 നമ്മൾ പോസിറ്റീവ് എടുക്കാം, നമ്മൾ സൈൻ കൺവെൻഷൻ പറയാം കേട്ടോ. കോൺവെക്സ് ആണെങ്കിൽ R1 പോസിറ്റീവും R2 നെഗറ്റീവ് ആയിട്ട് വരിക. അപ്പൊ സൈൻ കൺവെൻഷനോട് കൂടിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പൊ സൈൻ കൺവെൻഷൻ എടുക്കുമ്പോൾ കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ R1 പോസിറ്റീവും R2 നെഗറ്റീവും R2 നെഗറ്റീവ് ആയിട്ട് വരിക. ഇനി അത് ഇക്യൂ കോൺവെക്സ് ആണെങ്കിൽ, ആ പേരും തന്നെയാണ് മക്കളെ, ഇക്യൂ കോൺവെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ കോൺവെക്സ് എന്നാണ് അർത്ഥം. ഈക്വൽ കോൺവെക്സ് എന്ന് പറയുമ്പോൾ രണ്ട് സർഫസിന്റെയും റേഡിയസ് ഓഫ് കർവേച്ചർ തുല്യമാണ്. അപ്പൊ രണ്ട് സർഫസിന്റെയും റേഡിയസ് ഓഫ് കർവേച്ചർ R1 R2 എന്ന് പറയുന്ന രണ്ട് സർഫസിന്റെയും റേഡിയസ് ഓഫ് കർവേച്ചർ തുല്യമായിട്ടുള്ള ലെൻസുകളെ നമ്മൾ ഇക്യൂ കോൺവെക്സ് ലെൻസ് എന്ന് വിളിക്കാം. അപ്പൊ ഇക്യൂ കോൺവെക്സ് ലെൻസ് വരുമ്പോൾ R1 R2 പോയിട്ട് നമുക്ക് എന്ത് എഴുതാൻ മതി, R എന്ന് എഴുതിയാൽ മതി. അപ്പൊ ഇക്വേഷൻ ചെറുതായിട്ടൊരു മാറ്റം വരും. 1 by F ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് മൈനസ് സറൗണ്ടിങ് മീഡിയം ബൈ സറൗണ്ടിങ് മീഡിയം ഇൻറ്റു മക്കളെ 1 by R, R1 വരെ R എന്ന് എഴുതാം അല്ലെ, 1 by R1 വരെ R എന്ന് എഴുതി. അത് പ്ലസ് ആണ്, ശ്രദ്ധിക്കണം. ഫസ്റ്റ് R1 എന്ന് പറയുമ്പോൾ പ്ലസ് ആണ്. ഇനി ഈ മൈനസ് ഇവിടെ എഴുതി, മൈനസ് 1 by R2 പകരം നമുക്ക് എന്ത് എഴുതാം മക്കളെ, R എന്ന് തന്നെ എഴുതാം. അപ്പൊ R1 ഉം R2 ഉം R തന്നെയാണ്, കാരണം ഇക്യൂ കോൺവെക്സ് ആണ് കേട്ടോ. പക്ഷെ R2 എന്താ, നമ്മൾ സൈൻ കൺവെൻഷൻ കൊടുക്കുമ്പോൾ എന്ത് വരും, സൈൻ കൺവെൻഷൻ കൊടുക്കുമ്പോൾ മൈനസ് R എന്ന് എടുക്കട്ടെ അല്ലെ, R2 നെഗറ്റീവ് ആണ് എഴുതുന്നുണ്ട്. അപ്പൊ ഈ ശരിക്കും നെഗറ്റീവ് നെഗറ്റീവ് എന്തായി മാറും മക്കളെ, പോസിറ്റീവ് ആയിട്ട് മാറും. അപ്പൊ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം എന്താ വരിക, 1 by F is equal to refractive index of lens minus surrounding medium by surrounding medium into 2 by R എന്ന് വരും മക്കളെ. ഇതാണ് ഫോക്കൽ ലെങ്ത്തിന്റെ ഇക്വേഷൻ. എന്ത് അപ്ലൈ ചെയ്തതിനു ശേഷം, സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്തതിനു ശേഷം. അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സൈൻ കൺവെൻഷൻ കൊടുക്കേണ്ട ആവശ്യം ഇല്ല, ഇവിടെ വെച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇതൊന്നും എന്ത് ചെയ്യണം മക്കളെ, നോട്ട് ചെയ്യണം. ഇനി അത് കോൺകേവ് ലെൻസ് ആണെങ്കിൽ മക്കളെ നോട്ട് ചെയ്യാം, ഞാൻ മാക്കിയാ പോവാണ്. അത് കോൺകേവ് ലെൻസ് ആണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, കോൺകേവ് ലെൻസ് ആണെങ്കിൽ R1 എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും, നേരെ തല തിരിക്കും കേട്ടോ. R1 എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, R2 എന്ന് പറയുന്നത് മക്കളെ പോസിറ്റീവ് ആയിരിക്കും. R2 പോസിറ്റീവ് ആയിരിക്കും, R1 എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും സൈൻ കൺവെൻഷൻ പ്രകാരം. ഇനി ഇക്യൂ കോൺകേവ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ഇക്യൂ കോൺകേവ് ആണെങ്കിൽ R1 ഉം R2 ഉം തുല്യമാണ് R. അപ്പൊ ഇക്യൂ കോൺകേവ് ആണെങ്കിൽ രണ്ട് സർഫസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ തുല്യമാണ്. അപ്പൊ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സൈൻ കൺവെൻഷൻ ഒക്കെ കൊടുത്ത് നമുക്ക് ഇങ്ങനെ കിട്ടും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് മൈനസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സറൗണ്ടിങ് മീഡിയം ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സറൗണ്ടിങ് മീഡിയം ഇൻറ്റു മൈനസ് 2 by R എന്ന് കിട്ടും. നമുക്ക് നേരത്തെ പ്ലസ് 2 by R എന്ന് കിട്ടി, ഇവിടെ എന്ത് വരും മക്കളെ, മൈനസ് 2 by R എന്ന് വരും. അത്രേ ഉള്ളൂ കോൺകേവ് ആണെങ്കിൽ. ഇത് സൈൻ കൺവെൻഷൻ കൊടുത്തതിന് ശേഷം. അപ്പൊ ഇതാണ് ഇതിന്റെ ശരിക്കുള്ള ഇക്വേഷൻ, ലെൻസ് മേക്കേഴ്സ് ഫോർമുല. 1 by F ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് മൈനസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സറൗണ്ടിങ് മീഡിയം ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സറൗണ്ടിങ് മീഡിയം ഇൻറ്റു 1 by R1 മൈനസ് 1 by R2. ക്ലിയർ ആയില്ല മക്കളെ? അപ്പൊ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നോട്ട് ചെയ്യുക. കോൺകേവിനും കോൺവെക്സിനും എങ്ങനെയൊക്കെയാണ് സൈൻ കൺവെൻഷൻ കൊടുക്കണം നമ്മൾ പറഞ്ഞു, അതും എന്ത് ചെയ്യാൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇഫ് സറൗണ്ടിങ് മീഡിയം ഈസ് എയർ, സറൗണ്ടിങ് മീഡിയം എയർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ സറൗണ്ടിങ് മീഡിയം എയർ ആണെങ്കിൽ നമ്മുടെ ഇക്വേഷനിൽ ചെറിയ മാറ്റം വരും. 1 by ഫോക്കൽ ലെങ്ത് ഇൻ എയർ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. അപ്പൊ സറൗണ്ടിങ് മീഡിയം എയർ ആണ് എന്ന് പറയുമ്പോൾ ലെൻസ് വെച്ചിരിക്കുന്നത് എയറിലാണെങ്കിൽ ഇക്വേഷൻ 1 by ഫോക്കൽ ലെങ്ത് ഇൻ എയർ ഈക്വൽ ടു
റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് അല്ലെ മൈനസ് സറൗണ്ടിങ് മീഡിയം എയർ ആണ്, എന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്, നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. ബൈ സറൗണ്ടിങ് മീഡിയം വന്ന് നോക്കുന്നു, അവന്റെ 1 ആണ്, കാരണം സറൗണ്ടിങ് മീഡിയം എയർ ആണ് അല്ലെ. ഇൻറ്റു 1/R1 മൈനസ് 1/R2 എന്ന് വരും. 1/R1 മൈനസ് 1/R2 എന്ന് വരും. കുഴപ്പമില്ലല്ലോ മക്കളെ. ഇനി ഇഫ് സറൗണ്ടിങ് മീഡിയം ഈസ് എ ജനറൽ മീഡിയം, if surrounding medium is a general medium, ഒരു ജനറൽ മീഡിയം വിചാരിക്കുക. അതായത് ആ ലെൻസിന് ചുറ്റുള്ള മീഡിയം ഒരു ജനറൽ മീഡിയം ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതാം 1 ഫോക്കൽ ലെങ്ത് ഇൻ ദാറ്റ് മീഡിയം. കണ്ടോ 1 മക്കളെ ഫോക്കൽ ലെങ്ത് ഇൻ ദാറ്റ് മീഡിയം ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് മൈനസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം ഇൻറ്റു 1/R1 മൈനസ് 1/R2. അപ്പൊ എന്താ മാറ്റം വന്നേ? എയർ ആണെങ്കിൽ ഇവിടെ 1 വരും. ഇനിയിപ്പോ ജനറൽ മീഡിയം ആണെങ്കിൽ അവിടെ ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അത്രേ ചെയ്തിട്ടുള്ളൂ. ഇനി മക്കളെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യാം. സോ ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം, ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. 1/2 ചെയ്യാം. ഞാൻ 1/2 ചെയ്തിട്ട് എഴുതാം മക്കളെ. ഇതേ ബൈ ഇതാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ഇൻ മീഡിയം ബൈ ഫോക്കൽ ലെങ്ത് ഇൻ എയർ ഈക്വൽസ് ഫോക്കൽ ലെങ്ത് ഇൻ മീഡിയം ബൈ ഫോക്കൽ ലെങ്ത് ഇൻ എയർ ഈക്വൽസ്. മക്കളെ ഇതേ ബൈ ഇതാ ചെയ്യണേ. ഈ 1/R1 1/R1 മൈനസ് R2 രണ്ട് സൈഡിൽ എന്ത് ചെയ്യും? ഈ രണ്ട് സാധനങ്ങളും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് മൈനസ് 1 ഇൻറ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് മൈനസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം. കേട്ടോ, ഇതാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഇത് രണ്ടും ഡിവൈഡ് ചെയ്ത് നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പൊ എന്നിട്ട് ഈ ഫോക്കൽ ലെങ്തിന് എയർ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മക്കളെ ഫോക്കൽ ലെങ്ത് ഇൻ മീഡിയം ഈക്വൽ ടു, ശ്രദ്ധിക്കട്ടോ, ഫോക്കൽ ലെങ്ത് ഇൻ മീഡിയം ഈക്വൽ ടു ഫോക്കൽ ലെങ്ത് ഇൻ എയർ ഇൻറ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് മൈനസ് 1 ഇൻറ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് മൈനസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഈവൻ ഈ വർഷത്തെ ജെയ്ക്ക് വരെ ചോദിച്ചു. അപ്പൊ ഇനിയും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് എയർ എന്ന് പറഞ്ഞ മീഡിയത്തിൽ ഇരിക്കുമ്പോൾ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ട്, എയർ എന്ന് പറയുന്ന മീഡിയത്തിൽ ഇരിക്കുമ്പോൾ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ട് അതേ ലെൻസിനെ മറ്റൊരു മീഡിയത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ എത്രയാ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ഇൻ ദാറ്റ് മീഡിയം ഈക്വൽ ടു ഫോക്കൽ ലെങ്ത് ഇൻ എയർ, അത് നമുക്ക് തന്നിട്ടുണ്ടാവും, ഇൻറ്റു ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് -1. ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് -1 ഇൻറ്റു ആ മുക്കി വെച്ചിരിക്കുന്ന മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മൈനസ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ കൂടി നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? മക്കളെ ഇതും നോട്ട് ചെയ്യണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നോട്ട് ചെയ്യുക. അപ്പൊ എയറിലിരിക്കുമ്പോൾ മീഡിയത്തിലിരിക്കുമ്പോൾ ഇനി എയറിൽ വന്നിട്ട് മീഡിയത്തിന് പിടിക്കണമെങ്കിൽ ഈ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യാം മക്കളെ? യൂസ് ചെയ്യാം. അപ്പൊ നോട്ട് ചെയ്തോളൂ, വേഗം നോട്ട് ചെയ്യൂ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് ഒന്ന് പോവാം. അപ്പൊ നമ്മൾ എയറിന്റെയും മീഡിയത്തിന്റെയും ഫോക്കൽ ലെങ്തുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലെ. ഇനി നോക്കാം, നോക്കൂ, 1 ഫോക്കൽ ലെങ്ത് ഇൻ എയർ ഈക്വൽ ടു, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ പോയിന്റുകളാണ് പറഞ്ഞത് കേട്ടോ. 1 ഫോക്കൽ ലെങ്ത് ഇൻ എയർ ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് -1 ഇൻറ്റു 1/R1 മൈനസ് 1/R2. ഇതാണ് 1 ഫോക്കൽ ലെങ്ത് ഇൻ എയർ. മക്കളെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മുകളിലാണ്, ഫോക്കൽ ലെങ്ത് താഴെയാണ്. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിക്കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് കുറവായിരിക്കും സ്വാഭാവികമായിട്ടും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടി കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് കുറവായിരിക്കും. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ് തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് വിജിയോർ. ലാംഡ ഏറ്റവും കുറവ് വയലറ്റിന്, ലാംഡ ഏറ്റവും കൂടുതൽ റെഡിന്. ലാംഡ കൂടുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവ് വയലറ്റിന്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ വയലറ്റിന്, കുറവ് റെഡിന് അല്ലെ. അപ്പോ ലാംഡ കുറവ് വയലറ്റിന്, ലാംഡ കൂടുതൽ റെഡിന്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവ് റെഡിന്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ വയലറ്റിന്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടി കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് കുറവായിരിക്കും മക്കളെ. അപ്പൊ ഫോക്കൽ ലെങ്ത് ഓഫ് വയലറ്റ് കളർ കുറവാണ് മക്കളെ, ഫോക്കൽ ലെങ്ത് ഓഫ് റെഡ് കളർ കൂടുതലാണ്. അപ്പോ നമുക്ക് പറയാം ഫോക്കൽ ലെങ്ത് ഓഫ് റെഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഫോക്കൽ ലെങ്ത് ഓഫ് വയലറ്റ് എന്ന് പറയുമ്പോൾ ലൈറ്റിന്റെ കളറിനനുസരിച്ചിട്ടാണ് ഒരു ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നിർണ്ണയിക്കപ്പെടുന്നത്. ലൈറ്റിന്റെ കളറിനനുസരിച്ചിട്ടാണ് ഒരു ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നിർണ്ണയിക്കപ്പെടുന്നത്. മിററിനാണെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, മിററിനാണെങ്കിൽ ലൈറ്റിന്റെ കളറിനെ ഫോക്കൽ ലെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇവിടെ അങ്ങനെയല്ല മക്കളെ. ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ റെഡ് കളറിനാണ് കൂടുതൽ ഫോക്കൽ ലെങ്ത് വരുന്നത്, വയലറ്റ് കളറിന് കുറവ് ഫോക്കൽ ലെങ്ത് ആണ്. കാരണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കാര്യം എന്ത് ചെയ്യാം? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോ എല്ലാ കളറുകൾക്കും ഒരേ ഫോക്കൽ ലെങ്ത് അല്ല. നോട്ട് ചെയ്തോളൂ. യെസ്.
ഇനി നമ്മൾ അടുത്തത് നമ്മൾ പറയാൻ പോണത് അടുത്ത ഒരു പോയിന്റ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് ഈസ് സ്മോളർ ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സറൗണ്ടിങ് മീഡിയം, അതായത് ലെൻസ് ഇമേഴ്സ്ഡ് ഇൻ എ മീഡിയം, lens immersed in a medium which refractive index is greater than that of lens. എന്ന് പറഞ്ഞത് അർത്ഥം മക്കളെ, ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും സറൗണ്ടിങ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനേക്കാൾ കൂടുതലാണ് സറൗണ്ടിങ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്കിൽ, അതായത് ലെൻസിനേക്കാൾ കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിലാണ് നമ്മുടെ ലെൻസ് ഇമേഴ്സ് ചെയ്തതെങ്കിൽ മക്കളെ പ്രോപ്പർട്ടി ഓഫ് ലെൻസ് ഇന്റർചേഞ്ച് ചെയ്യും. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. പ്രോപ്പർട്ടി ഓഫ് ലെൻസ് ഇന്റർചേഞ്ച്, അതായത് കോൺവെക്സ് ലെൻസ് ആക്ട് ലൈക്ക്, അത് നമുക്ക് എഴുതി വെക്കാം, ആക്ട് ലൈക്ക് കോൺകേവ് അല്ലെങ്കിൽ ഡൈവർജിങ്. മക്കളെ കോൺകേവ് എന്ന് പറയുമ്പോൾ ഡൈവർജിങ് ആണ് അല്ലെ, ഡൈവർജിങ്. ഇനി കോൺകേവ് ലെൻസ് നമ്മൾ മുക്കി വെച്ച് കഴിഞ്ഞാൽ കോൺകേവ് ലെൻസ് ആക്ട് ലൈക്ക് കോൺവെക്സ് ലെൻസ്, ബ്രാക്കറ്റിൽ നമുക്ക് എഴുതാം കൺവെർജിങ്. അപ്പൊ എന്താ പറയണേ, ഒരു ലെൻസ് അതിനേക്കാൾ കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിൽ മുക്കി വെക്കുകയാണെങ്കിൽ, ലെൻസിന്റെ പ്രോപ്പർട്ടി ഇന്റർചേഞ്ച് ചെയ്യും. അതായത് നമ്മൾ കോൺവെക്സ് ലെൻസ് മുക്കി വെച്ച് കഴിഞ്ഞാൽ ആ കോൺവെക്സ് ലെൻസ് കോൺകേവ് ലെൻസ് പോലെ ആക്ട് ചെയ്യും. നമ്മൾ മുക്കി വെച്ചത് കോൺവെക്സ് ആണെങ്കിലും പക്ഷെ അതിന്റെ പ്രോപ്പർട്ടി എന്തുപോലെ ആക്ട് ചെയ്യും മക്കളെ, കോൺകേവ് പോലെ ആക്ട് ചെയ്യും. ഇനി കോൺകേവ് ലെൻസ് ആണ് നമ്മൾ മുക്കി വെച്ചെങ്കിൽ അത് എന്തായിട്ട് ആക്ട് ചെയ്യും മക്കളെ, കോൺവെക്സ് ആയിട്ട് എന്ത് ചെയ്യാം, ആക്ട് ചെയ്യാം. ഇപ്പൊ ഞാനൊരു ഉദാഹരണം ഞങ്ങൾക്ക് ഇവിടെ വരച്ച് കാണിച്ചതാണ്. ഇതാ ഇതൊരു ലെൻസ് ആണ്, ഇത് ഏത് ലെൻസാ, കോൺവെക്സ് ലെൻസ് ആണ്. സാധാരണ കോൺവെക്സ് ലെൻസ് കൺവെർജിങ് ലെൻസ് ആണ് എന്ന് പറയുമ്പോൾ ലൈറ്റ് റേസിനെ അടുപ്പിക്കുക ചെയ്യാം. അപ്പൊ നോക്കുക, ഇത് റിഫ്രാക്റ്റീവ് ലെൻസ് ആണെന്ന് വിചാരിക്കുക, ഇവിടെ സറൗണ്ടിങ് മീഡിയം എന്ന് വിചാരിക്കുക. ഇവിടുന്ന് ഒരു ലൈറ്റ് റേ വരുന്നു, ആ ലൈറ്റ് റേ ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. കേട്ടോ, നോക്കിയേ, ലൈറ്റ് റേസ് അകന്ന് പോവാ ചെയ്യണം ലെൻസിലേക്ക് കയറി കഴിഞ്ഞ ശേഷം. അപ്പൊ അകന്ന് പോവാന്ന് പറയുമ്പോൾ അത് ഡൈവർജിങ് ആണ് മക്കളെ, അകന്ന് പോവാന്ന് പറയുമ്പോൾ അത് ഡൈവർജിങ് ബീമാണ്. ഈ ഡൈവർജിങ് ബീം ഉണ്ടാക്കുന്നത് ശരിക്കും ഏത് ലെൻസാന്ന് അറിയോ, കോൺകേവ് ലെൻസാ. പക്ഷെ നമ്മളിവിടെ ആക്ച്വലി വെച്ചിരിക്കുന്ന ഏത് ലെൻസാ, കോൺവെക്സാ. അപ്പൊ കോൺവെക്സ് ലെൻസിലൂടെ ലൈറ്റ് കടന്നു പോയിട്ട് അകന്നു പോകണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, ദാറ്റ് ലെൻസ് ബിഹേവ്സ് ലൈക്ക് എ കോൺകേവ് ലെൻസ്. അങ്ങനെ കോൺകേവ് ലെൻസ് ആയിട്ട് ബിഹേവ് ചെയ്യണമെങ്കിൽ സറൗണ്ടിങ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലെൻസിനേക്കാൾ കൂടുതലായിരിക്കണം. ഓക്കെ, ഇനി ഞാൻ അടുത്ത എക്സാമ്പിൾ ചിലപ്പോൾ ഈ പടം വരച്ചിട്ടൊക്കെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചോദിക്കാട്ടോ. ഇത് ഏത് ലെൻസാ മക്കളെ, കോൺകേവാ. സാധാരണ കോൺകേവിന്റെ ഡ്യൂട്ടി എന്താ, ഡൈവേർജ് ചെയ്ത് കളയണം. പക്ഷെ ഈ കേസിൽ മാത്രം കാണാം അത് കൺവെർജിങ് പൊസിഷനിലേക്ക് വന്നു. കേട്ടോ, അപ്പൊ കോൺകേവ് സാധാരണ ചെയ്യുന്നത് ഡൈവേർജിങ് ആണ്, പക്ഷെ ഇവിടെ ചെയ്യുന്നത് കൺവെർജിങ് ആണ്. എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് എഴുതാം, ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനേക്കാൾ കൂടുതലാണ് സറൗണ്ടിങ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ ലെൻസിനേക്കാൾ കൂടുതലാണ് സറൗണ്ടിങ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്കിൽ ലെൻസിന്റെ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, ചേഞ്ച് ചെയ്യുന്നുള്ള കാര്യം വിത്ത് ഫിഗർ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ച് പോകണം. അപ്പൊ ഇതൊന്നും എന്ത് ചെയ്യാം, നിങ്ങൾ നോട്ട് ചെയ്യാം. യെസ്, ഇനി ഇഫ് refractive index of lens equal to surrounding medium, if refractive index of lens is equal to refractive index of surrounding medium വരുമ്പോ മക്കളെ വാക്ക് ശ്രദ്ധിച്ചോളൂ, ലെൻസ് വിൽ ബിക്കം ഇൻവിസിബിൾ. ലെൻസ് ഇൻവിസിബിൾ ആവും, ലെൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അപ്പൊ ലെൻസിനെ കാണാൻ പറ്റാതെയോ എന്താവുമ്പോ ലെൻസും സറൗണ്ടിങ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഈക്വൽ ആവുമ്പോ, ഇപ്പൊ നോക്കുക, ഇങ്ങനെ ഒരു കോൺവെക്സ് ലെൻസിലേക്ക് നമ്മൾ ലൈറ്റ് റേ കടത്തി വിടുന്നു. കണ്ടോ, പടം വരച്ചിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ നോക്കണം, ലൈറ്റ് റേ കടത്തി വിടുന്നു. ഈ ലൈറ്റ് റേക്ക് യാതൊരുവിധ ഡീവിയേഷൻ ഇല്ലാതെ അത് അപ്പുറത്തേക്ക് പോകും. അപ്പൊ യാതൊരുവിധ ഡീവിയേഷൻ ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ ലെൻസ് ഇല്ല എന്നർത്ഥം. കണ്ടോ, അപ്പൊ സാധാരണ ലെൻസ് ഉണ്ടെങ്കിൽ അത് കൺവേർട്ട് ചെയ്യേണ്ടതാണ്, പക്ഷെ യാതൊരുവിധ ഡീവിയേഷൻ ഇല്ലെങ്കിൽ അവിടെ എന്തില്ല മക്കളെ, ലെൻസ് ഇല്ല. അപ്പൊ ലെൻസ് ഇല്ല എന്ന് പറയുമ്പോൾ എന്താർത്ഥം, അവർ രണ്ടുപേരുടെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആണ്. അതേപോലെ തന്നെ നമുക്ക് കോൺകേവും വരച്ചു വയ്ക്കാം. കോൺകേവിലൂടെ കടന്നു പോകുന്ന ലൈറ്റിന് യാതൊരുവിധ ഡീവിയേഷൻ ഇല്ലാതെ പുറത്തേക്ക് പോകുന്നു. അപ്പൊ തന്നെ നമുക്ക് പറയാം ലെൻസിന്റെയും സറൗണ്ടിങ് മീഡിയത്തിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തുല്യമാണ്.
ക്ലിയർ ആയാലും മക്കളെ? അപ്പൊ ഈ ഭാഗം കൂടി എന്ത് ചെയ്യാൻ നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പൊ രണ്ടിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈക്വൽ ആണെങ്കിൽ ലെൻസിനെ നമുക്ക് കാണാൻ പറ്റില്ല. ലെൻസ് വിൽ ബിക്കം ഇൻവിസിബിൾ. സോ ദർ ഇസ് നോ ഡീവിയേഷൻ ത്രൂ ദ ഫോർ ദ ലൈറ്റ് റേസ്. അപ്പൊ ലൈറ്റ് റേസിന് എന്തുണ്ടാവില്ല മക്കളെ? ഡീവിയേഷൻ ഉണ്ടാവുകയും ഇല്ല. അപ്പൊ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നമ്മൾ നോട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുല പറഞ്ഞു, 1/f ഈക്വൽ ടു ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മൈനസ് സറൗണ്ടിങ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ സറൗണ്ടിങ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻടു 1/r മൈനസ് 1/r2. അതിൽ കോൺവെക്സ് വരുമ്പോൾ R1 R2 സൈൻ കൺവെൻഷൻ പറഞ്ഞു, കോൺകേവ് വരുമ്പോൾ R1 R2 സൈൻ കൺവെൻഷൻ പറഞ്ഞു, ഇക്യു കോൺവെക്സ് പറഞ്ഞു, ഇക്യു കോൺകേവ് പറഞ്ഞു. ഇതൊക്കെ പഠിച്ചു അതോടെ മക്കളെ. പിന്നെ എയറിൽ ഉണ്ടാവുന്ന ഫോക്കൽ ലെങ്ത് പറഞ്ഞു, മീഡിയത്തിൽ ഉണ്ടാവുന്ന ഫോക്കൽ ലെങ്ത് പറഞ്ഞു, മീഡിയം എയർ തമ്മിലുള്ള ഫോക്കൽ ലെങ്തിന്റെ റിലേഷൻ നമ്മൾ പറഞ്ഞു. റെഡിനാണ് ഫോക്കൽ ലെങ്ത് കൂടുതൽ, വയലറ്റ് കളറിന് ഫോക്കൽ ലെങ്ത് കുറവാണ് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഈ പറഞ്ഞത് ലെൻസ് അതിനേക്കാൾ കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയത്തിൽ മുക്കി വെക്കുമ്പോൾ ലെൻസിന്റെ പ്രോപ്പർട്ടീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് എന്ന് പറഞ്ഞു. ഇനി ഈക്വൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലാണ് ലെൻസ് മുക്കി വെച്ചിരിക്കുന്നതെങ്കിൽ ലെൻസ് ഇൻവിസിബിൾ ആവുമെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ലെൻസിനെ കുറിച്ച് ഒന്ന് നോട്ട് ചെയ്ത് വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, നോട്ട് ചെയ്തോളൂ.